ഇരിക്കേ. ഇതെന്നതാ മോക്കാകെ കൂടി ഒരു പേടി? എന്നാ നമ്മുടെ എങ്കിലിനെ വിശ്വാസമില്ലേ? എന്നാ ഒരു പേടി ഉണ്ടെന്നോ അതോ ഇല്ലെന്നോ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഇന്ത്യ വിട്ടു പോകുന്ന കാര്യം. ഇവിടെ നമുക്ക് ചുറ്റും ശത്രുക്കളാ. 1 മാസം നമ്മളിവിടെ എങ്ങനെയും പിടിച്ചു നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ 2 ഒറ്റ മുങ്ങല നേരെ സ്വിറ്റ്സർലാൻഡിലേക്ക്. അവിടെ എൻ്റെ ഒരു കസിനുണ്ട്, കൈലാഷ് നമ്പിടി. എംബസിയിലെ വലിയ ഉദ്യോഗസ്ഥനാ. നമ്മുടെ വിസയുടെയും അക്കോമഡേഷൻ്റെ ഒക്കെ കാര്യം ഞാൻ അവനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞ അവൻ ചത്തുകളെ. അത്രയ്ക്ക് വലിയ ബന്ധമാണ് ഞങ്ങൾ തമ്മില്. ഞങ്ങൾ ഈ നമ്പിടിമാർ എണ്ണത്തിൽ കുറവായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാ. അപ്പൊ നമുക്ക് സ്വിറ്റ്സർലാൻഡിലേക്ക് സെറ്റിൽ ചെയ്യാം. പൂജമോൾ എന്നാ പറയുന്നു? അങ്കിൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലിപ്പോ ഇത്രയ്ക്ക് മനസ്സിലാക്കാൻ എന്നെ ഉള്ളത്. മോൾ എന്നതായാലും വീട് വിട്ട് ഇറങ്ങി. ഇനി ഒരിക്കലും അങ്ങോട്ട് ചെന്ന് തിരിച്ചു കയറാനും പറ്റിയല്ല. പ്രേമിച്ചവനോ ചത്തു, അല്ല കൊന്നു. ആ കൊന്നവനെ വിശ്വസിച്ച് കൂടെ ഇറങ്ങിപ്പോന്നു. എന്നിട്ട് ഇപ്പൊ അവനും ചതിച്ചു. വയറ്റിലാണെങ്കിൽ ഏതോ ഒരുത്തന്റെ കൊച്ചുമുണ്ട്. ഞാൻ മുഴുവൻ പറയട്ടെ? മോളിവിടെ ഇരിക്കേ. ശരി, അപ്പൊ നമ്മളെന്നാ സ്വിറ്റ്സർലാൻഡിലോട്ട് പോകുന്നത്? ഞാൻ ഇങ്ങോട്ടുമില്ല, അങ്കിൾ ഒറ്റയ്ക്ക് പോയാൽ മതി. അതെങ്ങനെയാ ശരിയാവുന്നേ? ഈ അവസ്ഥയിൽ മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയെന്നെങ്ങാൻ അവരറിഞ്ഞ എല്ലാരും കൂടി എന്നെ പൊങ്കാലിടുകയല്ലേ? അങ്കിൾ എന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിന്നെ കൊള്ളാവല്ലോ. അപ്പോ എന്റെ മോടെ വായിൽ നാക്കൊക്കെ ഉണ്ടായിരുന്നല്ലേ? എന്റെ മോളെ, നിന്റെ നന്മയെ കരുതിയ ഞാനിതൊക്കെ പറയുന്നത്. ഒരിക്കൽ ജീവിതം കൈവിട്ട് പോയവളാ നീ. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ബുദ്ധിയോടെ ജീവിക്കാൻ നോക്ക്. അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്കിളിന് അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നുമില്ല.